ഹായ് ഓൾ. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് തരിക. അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്കിലെ ലെസൺസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഹിന്ദുസ്ഥാനിയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഹാർമോണിയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഹാർമോണിയം മേടിച്ചിട്ടില്ല. ആ ഹാർമോണിയം മേടിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കാനായിട്ട് കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡിലാണ് ഫസ്റ്റ് ലെസൺസൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഇതിന് നല്ലോണം പ്രാക്ടീസ് ആയതിനു ശേഷം ഹാർമോണിയം വാങ്ങിക്കാനാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ലെസൺസ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റെസ്പോൺസാണ് ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ മലയാളത്തിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്ന ചാനൽസ് വളരെ കുറവാണ്. കർണാടകയിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്നുള്ളത്. കാരണം ഒരു സമയത്ത് ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു ഹിന്ദുസ്ഥാനി മ്യൂസിക് അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കൊക്കെ പഠിക്കാനായിട്ട്. കുഞ്ഞുനാളിൽ മുതൽ തന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 6-7 വയസ്സ് ഓർമ്മ വെച്ച കാലം മുതൽ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പാട്ട് പഠിക്കാനായിട്ട്. അത്യാവശ്യം കുറച്ചൊക്കെ പാടുന്ന ആളായതുകൊണ്ട് എല്ലാവരും സൗണ്ട് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അന്നൊന്നും നമുക്ക് പഠിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മളെല്ലാ ചാൻസും ഒത്തു വന്നപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പഠിക്കാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്താൽ അവർക്ക് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഓരോ ലെസൺസും ചെയ്തിടും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ലെസൺസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. ഞാനിവിടെ മഞ്ചേരിയിലാണ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നത്, മലപ്പുറം ജില്ലയിൽ. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ്. ഞാൻ പഠിക്കാൻ പോകുന്നത് മഞ്ചേരിയിലേക്കാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് മഞ്ചേരി എന്ന സ്ഥലമുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് എൻ്റെ ഗുരു വരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ റെഗുലറായിട്ട് പോവാറുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ലെസൺസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി. എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി തുടർന്നും നമുക്ക് ഓരോ വീഡിയോകളിലൂടെ എന്താണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. താങ്ക്